നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ന് തുടങ്ങുകയാണ്. പൗരത്വ രേഖയായി ഉപയോഗിക്കാൻ കഴിയുന്ന നേറ്റിവിറ്റി കാർഡ് വിതരണം സംബന്ധിച്ച ബില്ല് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള, ചികിത്സാ പിഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. തിരുവനന്തപുരത്ത് ഉമേഷ് ബാലകൃഷ്ണൻ വാർത്തയുടെ അപ്ഡേഷനുമായി ചേരുകയാണ്. ഉമേഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ ഉമേഷ്, എന്താണ് വിവരങ്ങൾ? എന്തായാലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബജറ്റ് സെക്ഷൻ പുനരാരംഭിക്കുകയാണ്. ബജറ്റ് സെക്ഷൻ ഈ ആഴ്ച ഇതേ രീതിയിൽ തുടരും. അതേസമയം ബജറ്റിന്മേലുള്ള ഉപധനാഭ്യർത്ഥനകളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബജറ്റ് സെക്ഷൻ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. മാർച്ച് മാസത്തിന്റെ ആദ്യ വീക്കിലും ഈ ബജറ്റ് സെക്ഷൻ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അതുവരെ നീണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ ബജറ്റ് സെക്ഷന് ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. സഭ കൃത്യമായി ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് സഭ നേരത്തെ പിരിയാനുള്ള സാഹചര്യമുണ്ട്. അതേസമയം ഇന്ന് ഏറ്റവും സുപ്രധാനമായ നടപടിക്രമം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പൗരത്വ രേഖയായി ഉപയോഗിക്കാൻ കഴിയുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ബില്ല് വരുന്നു എന്നുള്ളതാണ്. റവന്യൂ മന്ത്രി കെ രാജനാണ് ബില്ല് പൈലറ്റ് ചെയ്യുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള, ഒപ്പം ചികിത്സാ പിഴവ്, ഈ വിഷയങ്ങൾ എങ്ങനെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമെന്നുള്ളതാണ് നിർണായകം. ഇതുവരെ റൂൾ 50 ആയി സഭയിൽ എന്ത് വിഷയം കൊണ്ടുവരണമെന്ന കാര്യത്തിൽ ഇത് പ്രതിപക്ഷം തീരുമാനമെടുത്തിട്ടില്ല. കാരണം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും യാത്രയിലാണ്. ആ യാത്ര നടക്കുന്നതിനാൽ റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയ വിഷയം കൊണ്ടുവരണം എന്ന ഒരു വ്യക്തത ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ചോദ്യോത്തര വേളയിൽ തന്നെ ഈ പ്രശ്നം ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട്. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.